അക്കൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഈ ഒരു സ്വീറ്റാണ്. മാൽപ്പുവ എന്നാണ് ഇതിൻ്റെ പേര്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. മാവ് തയ്യാറാക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി, 1/4 കപ്പ് റവ, 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഏലക്കായ പൗഡർ, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഒക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇളം ചൂടുള്ള പാൽ ഒഴിച്ച് ബാറ്റർ തയ്യാറാക്കണം. കുറച്ച് പാൽ ഒഴിച്ച് വേണം ബാറ്റർ തയ്യാറാക്കാൻ. ഞാനിപ്പോൾ 1 കപ്പ് ഇളം ചൂടുള്ള പാലാണ് ഒഴിച്ചു കൊടുത്തത്. ഈ പാൽ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കാം. 1 കപ്പ് പാൽ ഒഴിച്ചപ്പോൾ ഇതുപോലെയാണ് കിട്ടിയത്. ഇങ്ങനെയല്ല വേണ്ടത്, ബാറ്റർ കുറച്ചുകൂടി ലൂസായിട്ടാണ് വേണ്ടത്. 1 കപ്പ് പാൽ കൂടി ഒഴിച്ചു നോക്കാം. മുഴുവൻ പാലും ഞാൻ ഒന്നിച്ച് ഒഴിക്കുന്നില്ല, ഇതിൽ കുറച്ച് ക്രീം കൂടി ചേർക്കാനുണ്ട്. ഇത് ഓപ്ഷനലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർക്കാം, ഇല്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. - 4 ടേബിൾ സ്പൂൺ ക്രീം ചേർക്കുന്നുണ്ട്. ഈ രണ്ടാമത്തെ കപ്പിലുള്ള ഈ പാൽ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഞാൻ 2 കപ്പ് പാൽ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. ഇപ്പോൾ ഈ ഒരു തിക്കിലാണ് ബാറ്റർ കിട്ടിയിട്ടുള്ളത്. അരമണിക്കൂർ കവർ ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അരമണിക്കൂർ ആയപ്പോഴേക്കും ബാറ്റർ നല്ല സ്മൂത്തായി വന്നിട്ടുണ്ടാവും. ഇനി പഞ്ചസാര പാനി തയ്യാറാക്കണം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നേകാൽ കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു നുള്ളു കുങ്കുമപ്പൂവാണ്. ഇതിടുമ്പോൾ സിറപ്പിന് ഒരു ഇളം മഞ്ഞ നിറം കിട്ടും. കുങ്കുമപ്പൂവ് കയ്യിലില്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. 2 മിനിറ്റ് കൂടി തിളപ്പിച്ചിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. സിറപ്പ് ഒരുപാട് തിക്കൊന്നും ആവണ്ട, കയ്യിൽ ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കുന്ന സ്റ്റേജ് ആയാൽ മതി. ഇതുപോലെ. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഒരു ടീസ്പൂണ് റോസ് വാട്ടർ കൂടി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ സിറപ്പിന് നല്ല മണം കിട്ടുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മാൽപ്പുവ ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. മാവ് ഒഴിച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും ഒക്കെ വെച്ച് ചുട്ടെടുക്കാവുന്നതാണ്. രണ്ട് സൈഡും തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കണം. ഫ്ലെയിം കൂട്ടി കൊടുക്കുമ്പോൾ കരിഞ്ഞു പോവാതെ നോക്കണേ. ഇതിൻ്റെ സൈഡ് ക്രിസ്പായി കിട്ടുവാണെങ്കിൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇത് ഓരോന്നോരോന്നായി എടുത്തിട്ട് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് സമയമൊന്നും ഷുഗർ സിറപ്പിൽ ഇട്ട് വെക്കാൻ പാടില്ല.
സെക്കൻഡ് ബാച്ചിൽ ഒഴിച്ച മാവ് തയ്യാറാവുന്നതിന് മുന്നേ തന്നെ ഇതെടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കണം. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാൽപ്പുവ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.